എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കാനഡ ജംഗ്ഷൻ്റെ അടുത്ത പുതിയ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ടൊറൻറ്റോ സൂവിൻ്റെ മനോഹര കാഴ്ചകളാണ് ഇന്നത്തെ ബ്ലോഗിൽ കാണുന്നത്. ഈ കൊറോണ കാരണം വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാറിലിരുന്നാണ് ഈ സൂവിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടൊറൻറ്റോ സൂവിൻ്റെ അടുത്തെത്തിയപ്പം അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരു സീനിക് ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അതായത് കാറിൽ നമുക്ക് ഇതിന് ഉള്ളിൽ കയറി കാഴ്ചകൾ കാണാം. അല്ലാതെ നേരിട്ട് നടന്ന് പോയി കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ടൊറൻറ്റോ സൂവിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എപ്പോഴാണ് നമ്മൾ വരുന്ന സമയം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് കൃത്യസമയത്ത് ഇവിടെ എത്തി നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറുക. അങ്ങനൊരു രീതിയിലാണ് ഇവിടെ സന്ദർശകരെ ഇപ്പം ഈ കൊറോണ കാരണം അനുവദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ കാഴ്ച ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ ഇവിടെ കാണാം. ഇവിടെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇപ്പോൾ ഇതൊക്കെ സ്ലോയിൽ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു പാലമൊക്കെ കടന്ന് ഒരു ഇരുമ്പ് പാലത്തിലൂടെയാണ് നമ്മളിപ്പം കയറി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമുക്ക് കാറ് വളരെ സ്ലോയിൽ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 30 കിലോമീറ്ററോ 40 കിലോമീറ്ററോ വേഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വണ്ടികളെല്ലാം ഒരു പ്രത്യേക അകലം കീപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒത്തിരി തിരക്ക് കാണുന്നില്ല. ഇപ്പോൾ മുമ്പിലേക്ക് നമ്മൾ സ്ലോയിൽ പോവാണ് മുമ്പിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി. ഇത് ജിറാഫിൻ്റെ കൂടാണ്. നമുക്കങ്ങ് ദൂരെ ജിറാഫ് മരത്തിൻ്റെ ഇലയൊക്കെ തിന്നുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത കാഴ്ച കാണാൻ വേണ്ടി മുമ്പോട്ട് പോവാണ്. ഇവിടെ എന്തോ സൈഡിൽ ടെൻറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇത് കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് പോയാൽ മതി. നമുക്ക് ഓൺലൈൻ ഒരു അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ നമുക്കൊരു പ്ലേ ബട്ടൺ ഈ സൂവിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വോയിസ് ക്ലിപ്പ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കിങ്ങനെ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പിൽ നമുക്കൊരു വലിയൊരു ഗുഹ മാതിരി ഗുഹയല്ല എന്തോ ഒരു കൽക്കെട്ട് നമുക്ക് കാണാം. അതിനകത്ത് എന്താ മൃഗമെന്നറിയില്ല. നമ്മൾ അങ്ങ് ദൂരെ എന്തോ മൃഗങ്ങളെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുതിരയാണെന്ന് തോന്നുന്നു.
നമുക്ക് അങ്ങോട്ട് പതുക്കെ പോകാം. ഇപ്പം കണ്ട ഒരു പ്രത്യേക അകലം പാലിച്ചാണ് കാറുകൾ പോകുന്നത്. കാറുകൾ തമ്മിലൊരു നിശ്ചിത അകലം കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ആരും അധികം സ്പീഡിൽ പോകാനൊന്നും ശ്രമിക്കുന്നില്ല. ഓരോ സ്ഥലത്തും ഇതുകൊണ്ട് ഇവിടെ ആളുകൾ നിൽപ്പുണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ വേണ്ടി. അപ്പം നമുക്കൊരു കുറച്ച് സമയം അവിടെ നിന്ന് ഇവിടെ സീബ്രായെ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ആൾ നമുക്കതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഒരു ചീറ്റ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനൊരു ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമൊക്കെ അവിടെ കല്ലും കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. എന്തായാലും കാഴ്ചകളൊക്കെ മനോഹരമാണ്. സീബ്രയെ നമ്മൾ അടുത്ത് കാണുന്നു. നല്ല രസമുള്ള കാഴ്ചകളാണ്. കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. എങ്കിലും ഇത് ഡ്രൈവ് ത്രൂ ആണെങ്കിലും ഓപ്പൺ ചെയ്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് അങ്ങനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്കാണ് പോകുന്നത്. ഇത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ശരിക്കും നാച്ചുറലായിട്ട് നമ്മളൊരു സിംഹത്തിൻ്റെ ഗുഹ മാതിരി വളരെ ഭംഗിയായിട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സ്ലോയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് സിംഹത്തെ അടുത്ത് കാണാമെന്ന പ്രതീക്ഷയിൽ സിംഹത്തിൻ്റെ മടയിലേക്ക് നമ്മൾ കയറി. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലൊരു കാറുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരാനുണ്ട്. അപ്പം പുള്ളിക്കാരി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സിംഹങ്ങളെ കാണാം. സിംഹമെല്ലാം ഉറക്കമാണ്. അപ്പം നമ്മൾ അങ്ങനെ സിംഹത്തിൻ്റെ മടയിൽ പോയി കണ്ടിട്ട് നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. പലതരത്തിലുള്ള മൃഗങ്ങളെ നമ്മൾ കണ്ട് കാഴ്ചകൾ ആസ്വദിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ സൂ ആണ് ടൊറൻറ്റോ സൂ എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പം ഇവിടെ കാഴ്ചകളൊക്കെ മനോഹരമാണ്. എന്നാലും നമ്മൾ നടന്ന് കാണുന്നതാണ് ഈ ഡ്രൈവ് ചെയ്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി. നമുക്ക് കൂടുതൽ സമയം ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്ത് എന്താണ് ആ മൃഗങ്ങളുടെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല. കാരണം വാഹനങ്ങളുടെ ഒരു നീണ്ട നിര നമ്മുടെ പുറകിലുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക അകലം പാലിച്ച് നമ്മളങ്ങനെ പതുക്കെ പോവുകയാണ്. മൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഏറെ കാര്യങ്ങൾ പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ടൊറൻറ്റോ സൂവിൽ തന്നെ നമുക്ക് മൃഗങ്ങളെ സ്പോൺസർ ചെയ്യാനും അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്.
അപ്പം പലതരത്തിലുള്ള മൃഗങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മൃഗങ്ങളെ ഈ ഒരു കാനഡയുടെ തണുപ്പിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ കാനഡ ജംഗ്ഷനിലൂടെ ഈ ഒരു ടൊറൻറ്റോ സൂവിൻ്റെ ചെറിയ കാഴ്ചകൾ കണ്ട എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. നമ്മൾ കൊറോണയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു വ്ളോഗാക്കി ഈ ഒരു വീഡിയോ വീണ്ടും കൂടുതൽ ഭംഗിയോടെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. പ്രിയ സുഹൃത്തുക്കൾ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. കണ്ട എല്ലാവർക്കും നന്ദി.